ഇന്നത്തെ നോമ്പുതുറയുടെ ഭാഗമായി നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങാൻ പുറത്തിറങ്ങി. നമ്മുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ആയിക്ക തൂക്കിപ്പറക്കി തന്നു. പിന്നെ 2 ബിരിയാണി കിറ്റും വാങ്ങിച്ച് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയി. നമ്മുടെ കോഴിയുടെ ജീവൻ പോണത് കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അതും വാങ്ങി റൂമിലോട്ട് പോയി. തുടക്കമായോണ്ട് പറയണ്ടല്ലോ, എല്ലാവരും ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരേ സവാള മത്സരവും കൂടിയും കൊടുത്തപ്പോൾ അവർ പക്ക പ്രൊഫഷണലിലേക്ക് കടന്നു. സവാള അരിഞ്ഞ് അൻസീടെ കരച്ചിൽ സഹിക്കാൻ വയ്യാണ്ട് ഞാനും എന്തേലും പണിയെടുക്കാൻ പോയി. ബിസ്മിനയുടെ അടുത്ത് ചെന്നപ്പോൾ ബിസ്മിന ചിക്കൻ കഴുകണം. പിന്നെ ഞാനും നോക്കിയില്ല, ഞാനും കയറി ഇരുന്ന് കഴുകാൻ തുടങ്ങി. പിന്നെ ചിക്കൻ നുള്ളി ചിക്കൻ്റെ ഇളവ് കുറഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചിക്കൻ കഴുകിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾമാർ അരിഞ്ഞ് തള്ളിയില്ല. ഇനിയാണ് മെയിൻ പരിപാടി. ഒരു ചട്ടിയിലോട്ട് എണ്ണ ഊറ്റി സവാള ഇട്ട് ഇത്തിരി ഉപ്പിട്ട് നന്നായിട്ട് വരട്ടുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പച്ചമുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ടെസ്റ്റർ ഗൗരി ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഉണ്ടായില്ല. പിന്നെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ചിക്കനും ഇട്ട് ഇത്തിരി വെള്ളം കൂടി ഊറ്റി മൂടി വയ്ക്കുക. പണിക്കാരിപ്പെട്ട അൻസി മൊയ്തൊക്കെ ചെറുതായിട്ടൊന്ന് മറിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബിരിയാണി വയ്ക്കാം. കുക്കറിലേക്ക് ഇത്തിരി ഡാൽഡ ഊറ്റി സവാള ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കരിക്കണ കാര്യത്തിലൊന്നും നമ്മളൊരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ കഴുകി വെച്ച 4 ഗ്ലാസ് അരി എടുത്ത് കുക്കറിലോട്ട് കമത്തുക. അതിൻ്റെ ഇത്തിരി 8 ഗ്ലാസ് വെള്ളം ഊറ്റുക. ബിരിയാണി കിറ്റിൻ്റെ കൂടെ കുറച്ച് സ്റ്റാറും പട്ടയൊക്കെ കിട്ടിയോണ്ട് അതും നമ്മൾ പൊടിച്ചിട്ടുണ്ട്. എപ്പോഴും ഇടേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ലാസ്റ്റ് നമ്മുടെ എസൻസും കൂടി ഇട്ട് കുക്കർ മൂടി വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ശരി, ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.